കുഞ്ഞോറാച്ച എടാ കുഞ്ഞോറാച്ചനും അച്ഛയും കൂടി ഇന്നൊരു മീൻ കറി ഉണ്ടാക്കിയാലോ? എടാ പൊന്നോ, നമുക്കൊരു മീൻ കറി ഉണ്ടാക്കാം. ബാ, അടുക്കളയിലോട്ട് പോടാ, അടുക്കളയിലോട്ട് പോവും. മീൻ കറിക്കുള്ള ചുറ്റുവട്ടമായി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അതുപോലെ ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് ചതച്ച്, കറിവേപ്പില, പുളി വെള്ളത്തിലിട്ട് വച്ചിരിക്കുകയാണ്. പിന്നെ ഇതിനായിട്ട് ഞാൻ മീൻ എടുത്തിരിക്കുന്നത് ചെറിയ ചൂരയാണല്ലോ. ചെറിയ ചൂര ഇന്നലെ വാങ്ങിച്ചാണ്. ചെറിയ ചൂര കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചട്ടി ചൂടാവാനായിട്ട് വച്ചിരിക്കുകയാണ്. ഇന്ന് ഈ കുഞ്ഞൻ എന്ത് ചെയ്യാൻ നോക്കട്ടെ കേട്ടോ. ഇടയ്ക്ക് കുഞ്ഞനെ നോക്കിയില്ലെങ്കിൽ അവൻ വീട് മൊത്തം നശിപ്പിക്കും. അത് കാരണം കുഞ്ഞനെ നോക്കട്ടെ. കുഞ്ഞാ വാടാ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് ഇട്ടിരിക്കുകയാണ്. കടുക് പൂത്തകാലം ആടാൻ വന്നതും. കടുക് ഉലുവായി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതയ്ക്കണം കേട്ടോ. ചതച്ചാലേ ഇതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ, അല്ല ചുമ്മാ പറക്കിയിട്ടിട്ട് കാര്യമില്ല. വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടു. വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂക്കട്ട. എടാ പൊന്നു, ഇവിടെ കുഞ്ഞവറാച്ച വന്നേടാ. ഒന്നിന്നീ പാടുക പൂങ്കുയിലേ ൂമലുറക്കമായി. ഇതെല്ലാം നിങ്ങൾ തയ്യാറാക്കുന്നത്. ഞാൻ പിന്നെ ചുമ്മാ ഒരു കണ്ടൻറ്റും ഇല്ലെന്ന് ഇടാൻ. എപ്പോഴും കുഞ്ഞവറാൻ ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇനി ഞാനൊരു മീൻകറി അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കക്കാല കണ്ണമ്മ കൺമിഴിച്ചിപ്പാടമ്മ മീൻ കറി റെഡിയാകുന്നുണ്ടല്ലോ. കൂവാലക്കൂമേ സൂര്യകോളം. അപ്പം നമുക്കിതിലോട്ട് സ്വല്പം മഞ്ഞപ്പൊടി ചേർക്കാം. അപ്പം മുളക് പൊടി ഇട്ടിരിക്കുകയാണ്. മുളക് പൊടി ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. എന്നിട്ട് ഈ പുളിവെള്ളം ഒഴിക്കുക. പുളി ഇട്ട് വച്ചിരിക്കുന്ന വെള്ളമുണ്ടല്ലോ, അതൊഴിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായൊന്നു മാറിയെങ്കിൽ പൂമ്പാറ്റയാ. മൈ ഫാമിലി ഫ്രണ്ട്സ്, അപ്പോൾ കുഞ്ഞവറാൻ്റെ മീൻകറി നിങ്ങൾക്ക് എല്ലാവർക്കും ഉച്ചയ്ക്ക് തരുന്നതായിരിക്കും കേട്ടോ. ധൃതി പിടിക്കല്ലേ, സെറ്റാവട്ടെ. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ഇനിയും ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ. ചൂടുവെള്ളം മീനിൻ്റെ കഷ്ണത്തിന് ആവശ്യമായ ചൂടുവെള്ളം ഒഴിക്കുക. ഇനി ഒന്ന് ശരിക്ക് തിളയ്ക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടുക കേട്ടോ. ഇനി ഇതിവിടെ കിടന്ന് തിളയ്ക്കട്ടെ. എങ്ങനെ തിളയ്ക്കട്ടെ, ധീരതയോടെ തിളയ്ക്കട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് സാമ്പാറും മീൻ കറിയുമാണ്. നല്ല കോമ്പിനേഷൻ അല്ലേ, സാമ്പാറും മീൻ കറിയും. അപ്പോൾ അതിൻ്റെ അരപ്പ് തിളച്ചിരിക്കുകയാണ്. ഇനിയപ്പോൾ മീൻ ഓരോന്നായി പറക്കിയിടുക. ഞാൻ പല വീഡിയോ കണ്ടിട്ടുണ്ട് ഈ മീൻ കറി വെക്കുന്നത്. ഈ മീൻ കറി ഇതിൻ്റെ അരപ്പ് തിളയ്ക്കാതാണ് പല സ്ത്രീകളും വാരിയിടുന്നത്. അതൊക്കെ തെറ്റാണ് കേട്ടോ, വലിയ തെറ്റാണ്, ഭയങ്കരമായ തെറ്റാണ്. ഇവിടെ കുഞ്ഞോറാനെ ഞാൻ മീനിട്ടാ ചട്ടിയിൽ കേട്ടോ. മീനെല്ലാം ഇട്ടു. ഇനി കറിവേപ്പില ഇടണം. കറിവേപ്പില ഇട്ടിരിക്കുകയാണ്. ഇവിടെ കറിവേപ്പിലയ്ക്ക് ക്ഷാമമില്ല കേട്ടോ, നല്ല സൂഷ്ടം പോലെ കറിവേപ്പിലയാണ്. എൻ്റെ ഒരു സബ്സ്ക്രൈബറുണ്ട്, ഷീന ചേച്ചി വെളിയിലാണ്, റിയാദിലാണ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ വരുമ്പോൾ ഒരു പാണ്ടി ലോറി നിറച്ച് കറിവേപ്പില കൊടുക്കണമെന്ന്. അതിനു വേണ്ടിയല്ല ഞാൻ ഇപ്പോഴേ കുറച്ച് പറിക്കാതൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനി ഒന്ന് തിളക്കട്ടെ, നടച്ച് വെച്ചേക്കാമേ. ഇതിനൊന്ന് തിളക്കട്ടെ, ഫുൾ അടക്കരുത്, ശകലം ഒന്ന് ലേശം ഒന്ന് ഇത് വെച്ചെന്ന ഓക്കെ. എന്നാൽ മൈ ഫാമിലി ഫ്രണ്ട്സ്, ഈ കുഞ്ഞാറാച്ചൻ ഫാമിലിയുടെ മീൻകറി
റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരിക. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. ഈ മീൻകറി പറ്റാറാവുമ്പം സ്വല്പം കായപ്പൊടി ചേർക്കണേ. ഞാൻ ആ കായപ്പൊടി ചേർത്താൽ ഞാൻ വീഡിയോ എടുത്തില്ല. അതുകൊണ്ട് പറ്റാറാകുമ്പോൾ സ്വല്പം കായപ്പൊടി ചേർക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ മൈ ഫാമിലി ഫ്രണ്ട്സ്, ഇതാണ് കുഞ്ഞവറാച്ചൻ്റെ മീൻകറി.